ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ടുള്ള പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറിലെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽ വയ്ക്കാം. അതോടൊപ്പം തന്നെ വീഡിയോസൊക്കെ അയക്കുമ്പോൾ ലാൻഡ്സ്കേപ്പിലാണ് അയക്കാനായിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം പറയാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലൂ ചാനലിൽ കിടലം കണ്ടൻസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ അതും കൂടെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് ഇറങ്ങാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലവ് ബേർഡ്സ് ആണ് വന്നിട്ടുള്ളത്. പീസ് റേറ്റ് വരുന്ന 200 രൂപയാണ് റേറ്റ്. തിരുവനന്തപുരത്ത് വർക്കലയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 1 200 രൂപയാണ് പീസ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ലാബാണ് വന്നിട്ടുള്ളത്. ലാബ് വാക്സിൻ എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ലാബാണ്. 3500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 3 മാസം ഏജ് ആയിട്ടുള്ളതാണ്. കൊല്ലത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 2 കേട്ടോ. 3500 രൂപയാണ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് റേസിംഗ് ഹോമറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ റേസിംഗ് ഹോമറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 800 രൂപയാണ് റേറ്റ്. പാലക്കാടാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 800 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളതും റേസിംഗ് ഹോമർ തന്നെയാണ് അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റും വരുന്നത് 800 രൂപ തന്നെയാണ് പേരിൻ്റെ റേറ്റ് ചൂസ് ചെയ്യുന്നത്. പാലക്കാട് തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 3 തന്നെയാണ്. വാങ്ങുമ്പോൾ ഉറപ്പുള്ളവർ നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 500 രൂപയ്ക്ക് വന്നിട്ടുള്ള പ്രാവാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലക്കാടാണ് ലൊക്കേഷൻ. നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറച്ച് പ്രാവുകളാണ് ഇതിൻ്റെ കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 500 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഡവാണ് വന്നിട്ടുള്ളത്. റെഡ് ഡയമണ്ട് ഡവാണ് വന്നിട്ടുള്ളത്. 6 പീസ് കൊടുക്കാനായിട്ടുണ്ട്. 450 രൂപ വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ പീസ് റേറ്റ്. പത്തനംതിട്ടയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് 450 രൂപയാണ് ഈ റെഡ് ഡയമണ്ട് ഡവിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഗ്രേയും കോഫിയും വന്നിട്ടുള്ള ഡയമണ്ട് ഡവാണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 400 രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത്. ടോട്ടൽ 11 പീസ് കൊടുക്കാനായിട്ടുണ്ട്. 11 പീസ് കൊണ്ട് എടുക്കുകയാണെങ്കിൽ 400 രൂപ പീസ് റേറ്റ് ആയിട്ട് തരുന്നതായിരിക്കും. പത്തനംതിട്ട തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4 കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ലവ് ബേർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 2500 രൂപയാണ് ഇതിൻ്റെ ഫുൾ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ 5 കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങാനായിട്ട് ശ്രമിക്കാം. റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 2500 രൂപയാണ് ഫുൾ റേറ്റ്. 6 മാസം ഏജ് ആയിട്ടുള്ള ബേർഡ്സാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പാലക്കാടാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. കോഡ് നമ്പർ 5. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഗൂസാണ് വന്നിട്ടുള്ളത്. 3500 രൂപയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റേറ്റ് വരുന്നത്. 3 പീസ് കൊടുക്കാനായിട്ടുണ്ട്. മെയിലാണ്. തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 6 കേട്ടോ. താല്പര്യമുള്ളവർ വാങ്ങാനായിട്ട് ശ്രമിക്കാം. 3500 രൂപയാണ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് മുഖിപ്രാവാണ് വന്നിട്ടുള്ളതും അതോടൊപ്പം തന്നെ ചൈനീസോളും കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ പീസ് റേറ്റ് വരുന്നത് 200 രൂപയാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ മലപ്പുറത്താണ്. കോഡ് നമ്പർ 7 കേട്ടോ. പീസ് റേറ്റ് 200 രൂപയാണ്.
അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഫാൻസി കോഴികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 5 മാസം ഏജ് ആയിട്ടുള്ളതാണ്. ജപ്പാൻ ബാൻഡവും അതോടൊപ്പം തന്നെ പോളിഷ് ക്യാപ്പും കാണാനായിട്ട് സാധിക്കും. 2500 രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. മലപ്പുറത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 7 ആണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് മൈസാണ് വന്നിട്ടുള്ളത്. ഈ മൈസിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 300 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 8 ആണ് കേട്ടോ. നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന മൈസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വാങ്ങും എന്നുറപ്പുള്ളവർ കോൺടാക്ട് ചെയ്യാം. 300 രൂപയാണ് പെയറിൻ്റെ റേറ്റ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തായിരിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി വൈകിട്ട് 7 മണിയാകുമ്പോൾ ഇതേപോലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ലൈക്കും കൂടെ ചെയ്തേക്കുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസ് ആണ് നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത്. 2500 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 9 ആണ്. റേറ്റ് 2500 രൂപയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോഴായിട്ട് ലാൻഡ്സ്കേപ്പിൽ ഇതേപോലുള്ള ചരിച്ച് പിടിച്ച് വെച്ചിട്ട് ലാൻഡ്സ്കേപ്പിൽ അയക്കുക. അതോടൊപ്പം തന്നെ ഫ്രഷ് വീഡിയോ എടുത്ത് അയക്കുക കേട്ടോ. നമ്മളെല്ലാ വീഡിയോയിലും ഇപ്പോൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ കാരണം വേറെ ഒന്നുണ്ടല്ലോ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ചാനൽ 35K സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പി റേറ്റ് വന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ ഫ്രഷ് വീഡിയോ ആർക്കും അയച്ചു കൊടുക്കാത്ത ഫ്രഷ് വീഡിയോ എടുത്ത് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പം പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇടുന്ന ഒരുപാട് ചാനലുണ്ട്. അപ്പോൾ അവർക്കും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ ഫ്രഷ് വീഡിയോ ആർക്കും അയച്ചു കൊടുക്കാത്ത ഫ്രഷ് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കോക്ടെയിൽസാണ് വന്നിട്ടുള്ളത്. ഹാൻഡ് ഫീഡ് ജിക്സ് ആണ്. നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 1200 രൂപയും അതോടൊപ്പം തന്നെ 1500 രൂപയാണ് ആ റേറ്റ് വരുന്നത്. 2 ഐറ്റം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 1500 രൂപയുടെ ഉണ്ട്, 1200 രൂപയുടെ ഉണ്ട്. തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 10 ആണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നല്ല നല്ല കണ്ടൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ അയക്കുമ്പോൾ ഫ്രഷ് വീഡിയോ എടുത്ത് അയക്കാനായിട്ട് ശ്രമിക്കാം. ആർക്കും അയച്ചു കൊടുക്കാത്ത വീഡിയോസ് ഇപ്പം പെറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്ന ഒരുപാട് ചാനലുണ്ട് സെയിൽ പോസ്റ്റ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അവർക്കൊന്നൊക്കെ അയച്ചു കൊടുക്കാത്ത വീഡിയോസ് അയക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. ഇനി അടുത്തൊരു കിടിലം വീഡിയോ തരുന്നവരെ ഗുഡ് ബൈ.